നമസ്കാരം. ദേശീയ ഷൂട്ടിംഗ് താരം താര സഹാദി തോക്കെടുത്ത് ലക്ഷ്യസ്ഥാനം തെറ്റാതെ വെടിയുതിർക്കുന്ന ആ പെൺകുട്ടിക്ക് പോലും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വഞ്ചകൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. ഒരു കൈയിൽ പ്രണയവും മറുകൈയിൽ മതപരിവർത്തനത്തിനുള്ള കത്തിയും ഒളിപ്പിച്ചു വെച്ചെത്തുന്ന ലവ് ജിഹാദിൻ്റെ ഭീകരമായ മുഖമാണിവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. പാവം ഹിന്ദു പെൺകുട്ടികളെ പ്രണയവലയത്തിൽ വീഴ്ത്തി മതം മാറ്റി ജീവിതം നരകതുല്യമാക്കുന്ന ഈ വിഷലിപ്തമായ അജണ്ടയെക്കുറിച്ച് ഇനി മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നുള്ള താര സഹാദിയ എന്ന ഹിന്ദു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് 2014 ആ വഞ്ചകൻ കടന്നു വരുന്നത്. രഞ്ജിത്ത് കോഹ്ലി എന്ന പേരിൽ നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തി താനൊരു കടുത്ത ഹിന്ദുവാണെന്ന് അഭിനയിച്ചാണ് റാക്കിബ് ഉൽ ഹസൻ അവളുമായി അടുത്തത്. ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ അഗ്നിസാക്ഷിയായി കൈപിടിക്കുമ്പോഴും ആ പാവം പെൺകുട്ടി കരുതിയത് തൻ്റെ ജീവിതം സുരക്ഷിതമായ കൈകളിലാണ് എന്നാണ്. എന്നാൽ മംഗല്യസൂത്രത്തിൻ്റെ പവിത്രതയേക്കാൾ വലിയൊരു ചതിക്കുഴി തനിക്കായി ഒരുങ്ങിയിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം തന്നെ ആ മുഖം മൂടി അഴിഞ്ഞു വീണു. രഞ്ജിത്ത് കോഹ്ലി എന്ന ഹൈന്ദവ നാമം വെറും ഒരു കപടവേഷം മാത്രമായിരുന്നുവെന്നും അയാൾ റാക്കിബ് ഉൽ ഹസൻ എന്ന മുസ്ലിം യുവാവാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ അവൾ തകർന്നുപോയി. പക്ഷേ വഞ്ചന അവിടെ അവസാനിച്ചില്ല. ഭീകരമായ പീഡനങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. മതപരിവർത്തനം എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഈ വിവാഹം ആസൂത്രണം ചെയ്തതെന്ന് പിന്നീടുള്ള ഓരോ നിമിഷവും തെളിയിച്ചു. കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ റാക്കിബും അയാളുടെ ഉമ്മ കൗശർ റാണിയും ചേർന്ന് താരയെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാൻ നിർബന്ധിച്ചു. നിക്കാഹ് കഴിക്കണമെന്നും മുസ്ലിമായി ജീവിക്കണമെന്നും അവർ ആജ്ഞാപിച്ചു. എന്നാൽ തൻ്റെ ധർമ്മത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്ന താര അതിന് വഴങ്ങിയില്ല. വഴങ്ങാത്ത പെൺകുട്ടിയെ മെരുക്കാൻ അവർ തിരഞ്ഞെടുത്തത് മൃഗീയമായ പീഡനമായിരുന്നു. ദിവസങ്ങളോളം മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് അവളെ തല്ലിച്ചതച്ചു. അവളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ദേശീയ ഷൂട്ടിംഗ് താരത്തിന് പോലും സ്വന്തം വീട്ടിൽ ഇത്രയേറെ അപമാനം സഹിക്കേണ്ടി വന്നുവെങ്കിൽ സാധാരണക്കാരായ പെൺകുട്ടികളുടെ അവസ്ഥ എന്താകുമെന്ന് നാം ഓർക്കണം. പട്ടികളെ കൊണ്ട് കടിപ്പിക്കുന്നത് പോലെയുള്ള ക്രൂരതകൾ പോലും അവൾക്ക് നേരിടേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ ഏത് മനുഷ്യസ്നേഹിയുടെയും ഉള്ളൊന്ന് പിടയും. ഈ വിഷയത്തിൽ BJP സ്വീകരിച്ച നിലപാട് തികച്ചും അഭിനന്ദാർഹമാണ്. ഇത്തരം വഞ്ചനകൾക്കെതിരെ ശബ്ദമുയർത്താനും ഇരകൾക്ക് നീതി ഉറപ്പാക്കാനും BJP പ്രവർത്തകർ മുൻപന്തിയിൽ നിന്നു. ഇത് കേവലം ഒരു വ്യക്തിപരമായ തർക്കമല്ല, മറിച്ച് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് BJP വിശ്വസിക്കുന്നു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലവ് ജിഹാദ് വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നത് താരയെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. ചതിയിലൂടെയും ഭീഷണിയിലൂടെയും നടത്തുന്ന മതപരിവർത്തനങ്ങൾ ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണമെന്ന പാർട്ടിയുടെ ആവശ്യം ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഹിന്ദു പെൺകുട്ടികളുടെ ആത്മാഭിമാനവും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ BJP നടത്തുന്ന പോരാട്ടങ്ങൾക്ക് താരയുടെ ജീവിതം ഒരു വലിയ തെളിവാണ്. നീണ്ട 10 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 2023 CBI കോടതി റാക്കിബ് ഉൽ ഹസനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് വിധിച്ചു. കൂട്ടുനിന്ന ഉമ്മ കൗശർ റാണിക്കും തടവ് ശിക്ഷ ലഭിച്ചു. നീതി ലഭിക്കാൻ 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നത് നിയമവ്യവസ്ഥയിലെ പോരായ്മയാണെങ്കിലും സത്യം എന്നതിന് ഇതൊരു ഉദാഹരണമാണ്. കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിന്റെ പ്രമോഷന് വേണ്ടി ഡൽഹിയിലെത്തിയ താര തന്റെ അനുഭവം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നവർക്ക് ലജ്ജിക്കാതെ വയ്യ. ഇത് പ്രൊപ്പഗണ്ടയല്ല, മറിച്ച് രക്തം കിനിയുന്ന യാഥാർത്ഥ്യമാണ്. വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന് എന്ത് രാഷ്ട്രീയമാണുള്ളത്? നമ്മുടെ സമൂഹത്തിലെ ഓരോ മാതാപിതാക്കളും ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. പ്രണയത്തിന്റെ പേരിൽ വരുന്ന കപടവേഷങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന മതമൗലികവാദികളുടെ ശൃംഖലകൾ ഇന്ന് കേരളത്തിലും സജീവമാണ് എന്നുള്ളത് തള്ളിക്കളയാനാവാത്ത സത്യമാണ്. ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഹിന്ദു ഐക്യം അനിവാര്യമാണ്. ഒപ്പം BJP ഉയർത്തുന്ന നിലപാടുകൾക്കും പിന്തുണ നൽകേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ചതിയിലൂടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്നവർക്ക് നേരെ ജാഗ്രതയുടെ തോക്കു ചൂണ്ടാൻ താരയെപ്പോലെയുള്ള ഓരോ പെൺകുട്ടിയും തയ്യാറാകണം. താര സഹാദിയുടെ പോരാട്ടം നമുക്കൊരു മാതൃകയാണ്. പീഡനങ്ങൾക്കും ഭീഷണികൾക്കും മുമ്പിൽ മുട്ടുമടക്കാതെ തൻ്റെ സ്വത്വം സംരക്ഷിച്ച ആ പെൺകുട്ടി ഇന്ന് ഹിന്ദു സമൂഹത്തിന്റെ കരുത്താണ്. റാക്കിബ് ഉൽ ഹസനെ പോലെയുള്ളവർക്ക് നിയമം നൽകുന്ന ശിക്ഷ ഒരു പാഠമാകട്ടെ. പക്ഷേ നിയമത്തെക്കാൾ ഉപരിയായി നമ്മുടെ ജാഗ്രതയാണ് ഈ വിപത്തിനെ തടയാനുള്ള പ്രധാന ആയുധം. നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാകണം. നമ്മുടെ ധർമ്മം സംരക്ഷിക്കപ്പെടണം. അതിനായി ഓരോരുത്തരും കൈകോർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും
ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.